പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വലിയ നോമ്പിന്റെ 5-ാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച ദിവസമാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥനാപൂർവമായിരിക്കുന്നത്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 35 വരെ വാക്യങ്ങളിൽ വിവരിക്കുന്ന തന്റെ സഹഭൃത്യനോട് കരുണ കാണിക്കാൻ മറന്നുപോയ ഒരു ഭൃത്യനെ കുറിച്ച്, അവൻ യജമാനൻ കൊടുക്കുന്ന ശിക്ഷയെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഉപമയാണ് ഇന്ന് തിരുവചനത്തിലുള്ളത്. വലിയൊരു സംഖ്യ ഇളച്ചു കിട്ടിയ ഒരുവൻ, എന്നാൽ തനിക്ക് ചെറിയൊരു സംഖ്യ തരാനുണ്ടായിരുന്ന തന്റെ സഹസേവകനെ വഴിയിൽ തടഞ്ഞു നിർത്തി അവനോട് നിർദ്ദയം അത് ചോദിച്ചു മേടിക്കാൻ ശ്രമിക്കുന്നതും, എന്നാൽ ഇതറിഞ്ഞ ആദ്യത്തെ ഭൃത്യന്റെ കൂട്ടാളികൾ ചെന്ന് അവരുടെ യജമാനോട് വിവരം ധരിപ്പിച്ച് ഈ ആദ്യ ഭൃത്യന് വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതുമാണല്ലോ ഇന്നത്തെ സുവിശേഷം. വലിയൊരു സംഖ്യ ഇളച്ചു കിട്ടിയ ഒരുവൻ ചെറിയൊരു സംഖ്യ തരാനുണ്ടായിരുന്ന തന്റെ സഹപ്രവർത്തകനോട് ക്രൂരമായി പെരുമാറുന്നതിന് കാരണം തനിക്ക് ഇളച്ചു കിട്ടിയ വലിയ ആ കടത്തിന്റെ വലിപ്പവും അത് ഇളച്ചു തരുന്ന യജമാനന്റെ മനസ്സിന്റെ വലിപ്പവും കാണാതെ പോകുന്നത് കൊണ്ടാണ്. നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനും കരുണ കാണിക്കാനും പറ്റാതെ പോകുന്നത് നമ്മുടെ ദുരവസ്ഥയുടെ ഒരു പഴയ കാലം മനഃപൂർവ്വം നമ്മൾ മറന്നു കളയുന്നത് കൊണ്ടാണ്. തീർച്ചയായിട്ടും ഇതൊരു കഥ പോലെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നെങ്കിലും നമ്മുടെ ആത്മീയ ജീവിതത്തോട് ബന്ധിപ്പിച്ചാണ് ഈശോ പറയുന്നത്. മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കേണ്ടത് ഒരു പക്ഷെ ചെറിയ കാര്യങ്ങളായിരിക്കാം. എന്തിനോട് തുലനം ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ഘോരപാപങ്ങൾ, നമ്മുടെ വലിയ കടങ്ങൾ നമുക്ക് ക്ഷമിച്ചു തന്നതിനോട് തുലനം ചെയ്യുമ്പോൾ, വന്ന വഴികളെയും ലഭിച്ച കരുണയെയും മറക്കാതിരിക്കാനും നമുക്ക് ലഭിച്ചത് മറ്റുള്ളവർക്ക് കൊടുക്കാനുമുള്ള ആ ഒരു നല്ല മനസ്സാണ് നമ്മുടെ ഇനിയുള്ള ജീവിതകാലം ചെയ്യേണ്ടതെന്നുള്ള ഓർമ്മപ്പെടുത്തലും ഈശോ ഇന്ന് നമുക്ക് നൽകുന്നു. നമുക്ക് ലഭിച്ച വലിയ കരുണ, നമുക്ക് ഇളച്ചു കിട്ടിയ വലിയ ആ കടത്തിന്റെ വ്യാപ്തി, അതെപ്പോഴും ഓർത്ത് അത് ഇളച്ചു തന്ന ദൈവത്തോട് നന്ദി പറയാനും നമ്മുടെ സഹോദരങ്ങൾ നമ്മളോട് ചെയ്ത ചെറിയ തെറ്റുകൾ ക്ഷമിക്കാനുള്ള ഹൃദയവിശാലത സ്വന്തമാക്കാനും നമുക്ക് പരിശ്രമിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഇന്നത്തെ ദിവസം ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങൾ വലിയ കടങ്ങൾ ഇളച്ചു കിട്ടിയവരാണെന്ന ബോധ്യം ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും തരണമേ. ഞങ്ങൾക്ക് ലഭിച്ചതിന്റെ വലിപ്പവും ഞങ്ങൾക്കിത് തന്ന ആളിന്റെ മനസ്സിന്റെ വലിപ്പവും ദൈവപിതാവിന്റെ കരുണയുടെ വലിപ്പവും കാണാതെ പോകുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ സഹോദരങ്ങളുടെ കൊച്ചു കൊച്ചു തെറ്റുകൾ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇളച്ചു കിട്ടിയത് എന്താണെന്ന് മനസ്സിൽ സ്വീകരിക്കാനുള്ള, അത് മനസ്സിലാക്കാനുള്ള മനസ്സിന്റെ വലിപ്പം നൽകണമേ. അതോടൊപ്പം സഹോദരങ്ങളോട് ക്ഷമിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.